നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വേറൊരു തിയറാണ്, കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയൻ. A sequence of real numbers is convergent if and only if it is a Cauchy sequence. If and only if condition ആണല്ലേ. നമ്മളൊരു ലെമൻ നോക്കിയിട്ടുണ്ടായിരുന്നു, റിയൽ നമ്പറുടെ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ കൺവേർജൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഷിയാണ്. നേരെ തിരിച്ചും അത് പോസിബിൾ ആണെന്നാണ് പറയുന്നത്. ഒരു കോഷി സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും കൺവേർജൻ്റ് ആയിരിക്കും. അതാണ് കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയൻ. ഒരു സീക്വൻസ് കൺവേർജ് ആണെങ്കിൽ അത് കോഷി ആയിരിക്കും. കോഷിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൺവേർജൻ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തിയറം ഒന്ന് പ്രൂവ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക കേട്ടോ. കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവേർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് കോഷി സീക്വൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നെസസറി കണ്ടീഷൻസും മറ്റേത് പ്രൂവ് ചെയ്യണമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് സപ്പോസ് ചെയ്യാം, സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവേർജന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, എക്സ് ഈക്വൽ ടു അത് നമുക്ക് സപ്പോസ് ചെയ്യാം, എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ be convergent. Okay, convergent ആണ്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യല്ലോ. ലിമിറ്റ് സീക്വൻസ് എക്സ് എൻ ഈക്വൽ ടു എൽ എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that modulus of xn minus l ലെസ് ദാൻ എപ്സിലോൺ ആണ്. എപ്സിലോണിന് പകരം ഞാൻ എപ്സിലോൺ ബൈ 2 കൊടുക്കുകയാണ്. ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഓക്കെ, ഇനി നമുക്ക് ഈ സീക്വൻസ് എന്ന് പറയുന്നത് കൺവേർജന്റ് കോഷി സീക്വൻസ് ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എം എന്ന് പറയണതും എൻ എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ കെ ആയിട്ട് ചൂസ് ചെയ്യണേ. ഈ എം കോമ എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, നമ്മൾ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം എന്താണെന്നുള്ളത് നോക്കാൻ പോവാണ്. ഞാനിതിനെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്ലസ് എല്ലും മൈനസ് എല്ലും ചെയ്യാൻ പോകണം. അപ്പോൾ എക്സ് എൻ മൈനസ് എൽ പ്ലസ് എൽ മൈനസ് എക്സ് എം എന്ന് വരും. ഇത് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ചിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എൽ പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എൽ എന്ന് കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്, ഇതും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്, ഫോർ ഓൾ എൻ കോമ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ഈസ് ലെസ് ദാൻ എപ്സിലോൺ, വിച്ച് ഇംപ്ലൈസ് സീക്വൻസ് എക്സ് എൻ ഈസ് കോഷി. ഓക്കെ, അപ്പോൾ ഒരു സീക്വൻസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺവേർജൻ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സീക്വൻസ് എന്താണെന്നുള്ളത് എഴുതി കിട്ടി, നമുക്ക് കോഷി സീക്വൻസ് ആണ് എന്നുള്ളത് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് കോൺവേഴ്സ്ലി എന്ത് സപ്പോസ് ചെയ്യാം, ലെറ്റ് സീക്വൻസ് എക്സ് എൻ ബി കോഷി. ഓക്കെ, ഈ കോഷി സീക്വൻസ് കൺവേർജൻ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളിതിന് തൊട്ട് മുമ്പ് ഒരു ലെമ്മ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സീക്വൻസ് കോഷി സീക്വൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീക്വൻസ് ബൗണ്ടഡ് ആയിരിക്കുന്നത് അല്ലേ. therefore which implies xn is bounded. ഓക്കെ, അപ്പോൾ സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് കോഷി സീക്വൻസ് ആണ്, അതുപോലെ തന്നെ ബൗണ്ടഡ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം അപ്ലൈ ചെയ്യാലോ. ഒരു ബൗണ്ടഡ് സീക്വൻസിന് കൺവേർജൻ്റ് ആയിട്ടുള്ള സബ് സീക്വൻസ് ഉണ്ടാകുന്നതാണ് നമ്മുടെ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം പറയുന്നത്. അപ്പോൾ therefore by ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം ഈ സീക്വൻസിന്, ബൗണ്ടഡ് സീക്വൻസിന് ഒരു കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സബ് സീക്വൻസിനെ ഞാൻ എക്സ് എൻ കെ എന്ന് വിളിക്കുകയാണേ.
there exists a subsequence xnk of xn which is convergent. ഓക്കെ, ഈ സീക്വൻസ് എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. ആ കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് എല്ലാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് സീക്വൻസ് xnk എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ് സീക്വൻസ് കിട്ടിയിട്ടുണ്ട് വിച്ച് ഈസ് കൺവേർജസ് ടു എൽ. എക്സിൻ്റെ സബ് സീക്വൻസ് ആണ് സീക്വൻസ് xnk വിച്ച് കൺവേർജസ് ടു എൽ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഈ സബ് സീക്വൻസ് എല്ലിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സീക്വൻസ് xn എല്ലിലോട്ട് തന്നെ കൺവേർജ് ചെയ്യണം എന്നുള്ളതാണ് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്ത് സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് കോഷിയായ കാരണം ബൗണ്ടഡ് ആയിരിക്കും. അതുകൊണ്ട് ബൈ ബോൾസാനോ-വെസ്ട്രാസ് തിയറം അതിനൊരു എല്ലിലോട്ട് കൺവേർജ് ചെയ്യുന്ന ഒരു സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. ഇനി കോഷി സീക്വൻസിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്കൊന്ന് പറയാം. എക്സ് എന്ന് പറയുന്നത് കോഷി സീക്വൻസ് ആണ്. സോ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number h such that modulus of xn minus xm less than epsilon by 2 for all n comma m greater than or equal to h. നമുക്കപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ സീക്വൻസ് x1 x2 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ഉണ്ട്. ഇവിടെ XH ആണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതുപോലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്വൻസ് xnk എന്ന് പറയുന്നത് എല്ലിലോട്ട് കൺവേർജ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു സബ് സീക്വൻസ് ആയിരിക്കുമല്ലോ. ഇവിടെ നിന്നൊരു xn1 എടുത്തു, ഇവിടെ നിന്നൊരു xn2 എടുത്തു, പിന്നെ xn3 എടുത്തു. അതെന്ന് പറയുന്നത് ഒരു പോയിന്റിലോട്ട്, ഇവിടെയാണ് എല്ലെന്ന് വയ്ക്കും, എല്ലിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു സ്റ്റേജ് മുതൽ അങ്ങോട്ടുള്ള ഏതൊരു എലമെൻറ്റും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റാം? സീക്വൻസ് xnk എന്ന് പറയുന്നത് എല്ലിലോട്ട് കൺവേർജ് ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ there exists a natural number k. There exists a natural number k such that modulus of xk minus l ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കൊടുക്കാം. ഓക്കെ, കെ എന്ന് പറയുന്നത് ഈ n1 n2 n3 എക്സെട്ര, അതായത് ഈ സബ് സീക്വൻസുകൾ ഉണ്ടല്ലോ, ആ സീക്വൻസുകളിലൊക്കെ ഒരു എലമെൻ്റാണ് kth സ്റ്റേജ് നമ്മൾ എടുത്തേക്കുന്നത്. വേർ k ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h എന്ന് കൊടുക്കാം. കാരണം നമുക്ക് കോഷി സീക്വൻസിലുള്ളത് ഈ h കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേജസിലുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നാണല്ലോ. അപ്പോൾ നമുക്ക് ആ സ്റ്റേജ് തൊട്ട് മുതൽ അങ്ങോട്ടേക്കുള്ള എല്ലാ എലമെൻറ്റ്സും എല്ലാം തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിട്ട് ചൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ആണ്. ഓക്കെ, നമ്മളിപ്പോൾ കോഷി സീക്വൻസിൽ ഫോർ n കോമ m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നല്ലേ. എന്നിലും എമ്മിലും ഈ സംഭവം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ m എന്ന് പറയുന്നത് ഒരു mth സ്റ്റേജിനെയാണ് ഞാൻ k എന്ന് കൊടുക്കണമെന്ന് വിചാരിക്കും. അത് ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ഒരു xnഉം ഒരു xmഉം ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ h കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് n-ഉം m-ഉം ഒക്കെ വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് h കഴിഞ്ഞിട്ടുള്ള ഏതൊരു കേക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ h കഴിഞ്ഞിട്ടുള്ള സ്റ്റേജസിലുള്ളത് വരുന്നതാണ് ഈ n-ഉം m-ഉം ഒക്കെ. അതിൽ ഈ എമ്മിനെ ഞാൻ k ആയിട്ട് ചൂസ് ചെയ്യാണ്. ഓക്കെ, ഇഫ് m ഈക്വൽ ടു k, m ഈക്വൽ ടു k ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number h such that modulus of xn minus xk less than epsilon by 2 for all n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h എന്ന് പറയാനായിട്ട് പറ്റൂല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഒന്നും കൂടെ പറയാം. നമ്മൾക്ക് എക്സ് എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണ്. കോഷി സീക്വൻസ് ആയ കാരണം തൊട്ട് മുമ്പത്തെ ലെമ്മ യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ബൗണ്ടഡ് ആണ്. ദെൻ ബൈ ബോൾസാനോ-വെസ്ട്രാസ് തിയറം
നമ്മളുടെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിന് ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യുന്ന ഒരു സബ് സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എൽ എന്ന് വിളിച്ചു. അതായത് സബ് സീക്വൻസ് എക്സ് എൻ കെ ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എൽ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വീണ്ടും നമ്മളുടെ അസംഷനിലേക്ക് പോകാം. കോഷി സീക്വൻസ് ആണെന്നാണ് പറയണേ അല്ലേ. ഇപ്പോൾ കോഷി സീക്വൻസ് ആണെങ്കിൽ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാം? ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number h such that modulus of xn minus xm less than epsilon by 2 for all n comma m greater than or equal to h. ഇനി നോക്കുക, ഈ സബ് സീക്വൻസ് എന്ന് പറയുന്നത് എല്ലിലോട്ടാണ് നമ്മൾക്ക് കൺവേർജ് ചെയ്യണേ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? there exists a natural number k such that modulus of xk minus l less than epsilon by 2. ഈ k എന്ന് പറയുന്നത് ഈ നമ്മുടെ സബ് സീക്വൻസിലുള്ള N1 N2 N3 ആൾക്കാരുണ്ടല്ലോ, അതിലത്തെ kth സ്റ്റേജാണ് k എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ k എന്ന് പറയുന്നത് നമ്മൾ ഈ കോഷി സീക്വൻസിൻ്റെ എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജ് കൺസിഡർ ചെയ്തിട്ടുണ്ടല്ലോ, ആ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള കേകൾക്കാണ് k ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ എച്ച് എന്ന് പറഞ്ഞ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് k നാച്ചുറൽ നമ്പർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നോക്കുക, ഈ k എന്ന് പറയുന്നത് എച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് എന്നും എമ്മും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ എമ്മിനെ ഞാൻ k ആയിട്ട് ചൂസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെഫിനേഷൻ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം അല്ലേ. ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists x belongs to n such that modulus of xn minus xk less than epsilon by 2 for all n greater than or equal to h. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? xn എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് കൺവേർജൻ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that modulus of xn minus l എല്ലിലോട്ട് തന്നെയാണ് കൺവേർജ് ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ xn എല്ലിലോട്ട് കൺവേർജ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു എക്സ് കെ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്ത് വരാം? മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് കെ പ്ലസ് എക്സ് കെ മൈനസ് എൽ എന്ന് പറഞ്ഞു വരും. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി യൂസ് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് കെ പ്ലസ് മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എൽ. xn മൈനസ് എക്സ് കെ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണെന്നുള്ളത് തന്നിട്ടുണ്ട് ഇവിടെ. എപ്സിലോൺ ബൈ 2 പ്ലസ് എക്സ് കെ മൈനസ് എൽ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. അതായത് ഈ എപ്സിലോൺ എന്ന് പറയുന്നത് നമുക്ക് ആർബിട്രറി ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number n such that modulus of xn minus l less than epsilon for all n. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എല്ലിലോട്ട് കൺവേർജ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയ പറയുന്നത്. എന്തായിരുന്നു? സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഇസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ കോഷി സീക്വൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ് കേട്ടോ. നമുക്ക് ചില സീക്വൻസുകളൊക്കെ തരുമ്പോൾ ആ സീക്വൻസ് ഒരു കോഷി സീക്വൻസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് കൺവേർജൻ്റ് ആണെന്നുള്ളത് കിട്ടും. കൺവേർജൻ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കുറേ മെത്തേഡുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ ഇതാണ് വേറൊരു മെത്തേഡ്. ആ സീക്വൻസ് കോഷി സീക്വൻസ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സീക്വൻസ് കൺവേർജൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. കോഷി സീക്വൻസ് ആണെങ്കിൽ അത് എന്തായാലും കൺവേർജൻ്റ് ആയിരിക്കും. അതാണ് കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയൻ പറയണത്. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം കേട്ടോ. Let x equal to sequence xn defined by x1 equal to 1, x2 equal to 2, xn equal to half of xn minus 2 plus xn minus 1 for n greater than 2. Show that x is a Cauchy sequence. Find limit. തന്നിരിക്കുന്ന സീക്വൻസ് ഒരു കോഷി സീക്വൻസ് ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, കോഷി സീക്വൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് മുതൽ അങ്ങോട്ടേക്കുള്ള എലമെൻസുകൾ എടുത്തു കഴിഞ്ഞാൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് തൊട്ടടുത്ത രണ്ട് എലമെൻറ്റ്സ് xnഉം xn പ്ലസ് 1 കൊടുത്തു. അത് നമുക്ക് അതിൻ്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാം. മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1. xn മൈനസ് xn പ്ലസ് 1 ചെയ്യാനേ. xn ഞാൻ xn തന്നെ കൊടുക്കുകയാണ്. മൈനസ് xn പ്ലസ് 1നെ ഇതുപോലെ xn എന്ന് പറയുന്നത് ഇത് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ xn പ്ലസ് 1നെ എഴുതാൻ പോവാണ്. xn ആണെങ്കിൽ ഹാഫ് ഓഫ് xn മൈനസ് 2 പ്ലസ് xn മൈനസ് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ
തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്നുള്ളത് നോക്കുക കേട്ടോ. എക്സ് എൻ ആണ് ചൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ n-2 ആണ്, ഇവിടെ n-1 ആണ്. ഇവിടെ നമ്മൾ ചൂസ് ചെയ്തത് xn+1 അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ വരിക, xn-1 എന്ന് വരില്ലേ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു -12 xn-1 പ്ലസ് ഈ ടേം ഇതിൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും, xn ഇങ്ങനെ വരും. വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് നമുക്ക് എന്ത് വരും, xn-12 xn-1 -12 xn എന്ന് വരും. xn-12 xn എന്ന് പറയുന്നത് നമുക്ക് എന്താ, ½ xn ആണ്. അപ്പോൾ ½ xn -12 xn-1 അതിൽ നമ്മൾ ഹാഫ് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ½ മോഡുലസ് xn-1 എന്ന് പറഞ്ഞു വരും. ഇത് എല്ലാ എന്നിനും ട്രൂ ആണ്. അപ്പോൾ നമുക്കിതിനെ റിക്കേഴ്സീവ് ഫോർമുല വെച്ചിട്ട് നമുക്കിതിനൊന്ന് എഴുതി നോക്കാം. ഇതിനെ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ½ മോഡുലസ് ഓഫ് xn xn+1 ആയപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടിയത്, xn xn+1 ആയപ്പോൾ നമുക്ക് ½ മോഡുലസ് xn xn-1 എന്ന് വന്നു. ഇവിടെ നമുക്കിതിനൊന്ന് മാറ്റി എഴുതാം. മോഡുലസ് ഓഫ് xn xn+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോഡുലസ് ഓഫ് xn+1 - x എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണല്ലോ, ആണ്. അപ്പോൾ ഇതിനെ വിച്ച് ഈസ് ഈക്വൽ ടു ½ മോഡുലസ് ഓഫ് xn-1 എന്ന് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ റിക്കേഴ്സീവ് ഫോം വെച്ചിട്ട് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു മോഡുലസ് ഓഫ് xn xn-1 ആണ്. ഇവിടെ xn+1 - x എന്ന് പറഞ്ഞപ്പോൾ xn xn-1 വന്നു. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ റിക്കേഴ്സീവ് ഫോർമുല വെച്ചിട്ട് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, മോഡുലസ് ഓഫ് xn-1 xn-2. ഇവിടെ ഒരു ഹാഫും കൂടി ഉണ്ട്, ഇവിടെ ഓൾറെഡി ഒരു ഹാഫ് ഉണ്ട്. ഇതിനെ റിക്കേഴ്സീവ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇവിടെയും ഒരു ഹാഫ് ഉണ്ട്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/2² ഇൻറ്റു മോഡുലസ് ഓഫ് xn-1 xn-2 എന്ന് വരും. ഓക്കെ, ഇതിനെ വീണ്ടും റിക്കേഴ്സീവായിട്ട് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2² ഉണ്ട്, പിന്നെ ഒരു 1/2 കൂടി വരും. അപ്പോൾ 1/2³ ഇൻറ്റു മോഡുലസ് ഓഫ് xn-2 xn-3 എന്ന് പറഞ്ഞു വരും. ഇതങ്ങനെ അങ്ങനെ 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 പോവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എത്ര വരെ പോകണമെന്ന് നമുക്ക് അറിയണം. അപ്പോൾ അവസാനം എന്തായാലും നമുക്ക് മോഡുലസ് ഓഫ് x2 - x1 ആണല്ലോ വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ 2 എത്ര പവർ വരുന്നതെന്നുള്ളത് നോക്കണം. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് നോക്കിയാൽ മതി. ഇവിടെ n-3 വരുന്ന സമയത്ത് ഇവിടെ പവർ വരുന്നത് 2³ ആണ്. n-2 വരുന്ന ടൈമിൽ ഇവിടെ വരുന്നത് 2² ആണ്. ഓക്കെ, അതുപോലെ തന്നെ n-1 വരുമ്പോൾ നമുക്കിവിടെ 2⁻1 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം, n-3 വരുന്ന സമയത്ത് 3, n-2 വരുന്ന സമയത്ത് 2. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണ്ടേ, n-3 + 3 ചെയ്യുമ്പോൾ n വരും, n-2 + 2 ചെയ്യുമ്പോൾ 1 വരും. അപ്പോൾ ഇവിടെ കിടക്കുന്ന ആളും ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, n ആണ് വരേണ്ടത്. അപ്പോൾ അത്തരത്തിലാണ് ഈ 2ൻ്റെ പവർ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സംഭവം, ഇവിടുത്തെ പവറും 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ എന്ത് വരണം, n-1 അല്ലേ വരണ്ടേ. n-1 + 1 ചെയ്താലാണ് പവർ n വരിക. അപ്പോൾ നമുക്ക് റിക്കേഴ്സീവായിട്ട് എഴുതുമ്പോൾ ഇവിടെ എങ്ങനെ എഴുതണം, 1/2n-1 മോഡുലസ് ഓഫ് x2 - x1 എന്നുള്ളത് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2n-1. x2 x1 നമുക്ക് തന്നിട്ടുണ്ട്. x2 എന്ന് പറയുന്നത് 2ഉം x1 എന്ന് പറയുന്നത് 1ഉം ആണ്. അപ്പോൾ x2 - x1 എന്ന് പറയുന്നത് 1 ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് xn+1 - xn എന്ന് പറയുന്നത് 1/2n-1 എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ മോഡുലസ് ഓഫ് xn - xm കൺസിഡർ ചെയ്യാൻ പോവാണ് കേട്ടോ. m എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ n ആയിട്ട് ചൂസ് ചെയ്യുക. മോഡുലസ് ഓഫ് xn - xm കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇതിനെ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്യാണ്. നമ്മളിവിടെ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് xn - xn+1
പ്ലസ് എക്സ് എൻ പ്ലസ് 1 കൊടുത്തു. അതുപോലെ തന്നെ മൈനസ് എക്സ് എൻ പ്ലസ് 2 പ്ലസ് എക്സ് എൻ പ്ലസ് 2 കൊടുത്തു. ഇതുപോലെ എക്സ് എൻ പ്ലസ് 3 സബ്ട്രാക്ട് ചെയ്യും ആഡ് ചെയ്യും ചെയ്തു. എക്സ് എൻ പ്ലസ് 4 ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി പോയി നമുക്ക് ഇവിടെ nth സ്റ്റേജ് ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ഏറ്റവും അവസാനത്തെ എലമെൻറ്റ്സ് വരുന്നത് എം ആണ്. അപ്പോൾ എം പ്ലസ് 1നെ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്യുന്നുണ്ട്. എം ചെയ്യുന്നുണ്ട്. എം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എൻ ആണെന്നുള്ളത് ചൂസ് ചെയ്തിട്ടുണ്ട്. അതായത് എം ഇവിടെ വരുന്നു, എക്സ് എം ഇവിടെ എക്സ് എൻ. ഓക്കെ, എം എന്ന് പറയുന്നത് എന്നിനെക്കാട്ടും വലുതാണ്. അപ്പോൾ എക്സ് എൻ എന്ന് പറയുന്നത് ഇവിടെയും എക്സ് എം എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെയുള്ള എലമെൻസിനെയൊക്കെ നമ്മൾ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്യാണ്. എക്സ് എന്നിനും എക്സ് എമ്മിനും ഇടയിലുള്ള നമ്പേഴ്സൊക്കെ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്യാണ്. അപ്പോൾ എക്സ് എമ്മിന് തൊട്ട് മുമ്പുള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താ വരിക? എക്സ് എം മൈനസ് 1 അല്ലേ. അപ്പോൾ അവിടെ വരെയുള്ള എലമെൻറ്റ്സിന് നമ്മൾ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റത്തെ എലമെൻറ്റ് നമുക്ക് എന്താ വരാം? മൈനസ് എക്സ് എം മൈനസ് 1 പ്ലസ് എക്സ് എം മൈനസ് 1 മൈനസ് എക്സ് എം. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതി. നമുക്കിനി ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ പ്ലസ് 1 കൊടുക്കാം, പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ പ്ലസ് 2 എന്ന് കൊടുക്കാം, പ്ലസ് എക്സിട്ര പ്ലസ് ലാസ്റ്റ് തന്നെ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് 1 മൈനസ് എക്സ് എം എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1/2n-1 എന്നുണ്ട്. ഈ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എന്ന് പറയുന്നതും മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ പ്ലസ് 1 എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ പ്ലസ് 1 എന്ന് പറയുമ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു 1/2n-1 വരും. ഓക്കെ, പ്ലസ് ഇവിടെയോ ഇവിടെ നമുക്ക് നോക്കാം കേട്ടോ, കണക്ഷൻ നോക്കുക. n വരുമ്പോൾ n-1 ആണ്. അപ്പോൾ ഇവിടെ 1/2 ഒന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ n വരും. ഓക്കെ, പ്ലസ് നെക്സ്റ്റ് ടേം വരെ 1/2n+1 ആയിരിക്കും. അങ്ങനെ പോയി ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടുന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 1/2m-2 വരും. ഓക്കെ, അപ്പോൾ എക്സ് എൻ മൈനസ് എക്സ് എമ്മിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇത്രയെന്ന് പറഞ്ഞു. ഇനി ഞാൻ ഇതിനെ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ലെസ് ദാൻ തന്നെയാണല്ലോ. ഇത് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം എന്ന് പറയുന്നത് ലെസ് ദാൻ 1/2n-1 പ്ലസ് 1/2n പ്ലസ് 1/2n+1 എക്സിട്ര. നമ്മളിത് ഇൻഫിനിറ്റിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും അത് ആ വലിയ നമ്പറിനെക്കാട്ടും ചെറുതായിരിക്കും മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സീക്വൻസ് എന്ന് പോലെ പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് 1/2n-1 പ്ലസ് 1/2n പ്ലസ് 1/2n+1 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ r എന്ന് പറയുന്നത് എന്താ വരിക? 1/2n ഡിവൈഡഡ് ബൈ 1/2n+1 അല്ലേ. അപ്പോൾ ഇൻറ്റു 2n-1/2 വരും. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ 1/2 ആണ് വരിക. അപ്പോൾ റേഷ്യോ നമുക്ക് വരുന്നത് 2 ആണ്, 1/2 ആണ് കേട്ടോ. അപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സം, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സം എന്ന് പറയുന്നത് നമുക്ക് a/1 - r ആണ്. നമ്മൾ മുമ്പ് എപ്പോഴും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. a/1 - r ആണ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? a ഡിവൈഡഡ് ബൈ 1 - r എന്നല്ല പറയണേ. a എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 2n-1 ആണ്, ഡിവൈഡഡ് ബൈ 1 - r എന്ന് പറയുന്നത് 1/2. 1 - 1/2 എന്ന് പറയുന്നത് ഹാഫ് ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 1/2n-1 ഡിവൈഡഡ് ബൈ 1/2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2n-1 വരും. ഇനി 2നെ നമ്മൾ താഴത്തേക്ക് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2n-2 എന്നുള്ളത് വരും.
അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം എന്ന് പറയുന്നത് ലെസ് ദാൻ 1/2n-2. ഓക്കെ, ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സീക്വൻസ് എന്ന് പറയുന്നത് കോഷി സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റില്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്, ആ എച്ച് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് 1/2n-2 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2n-2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/ε ആയിരിക്കും, വിച്ച് ഇംപ്ലൈസ് 2n ഡിവൈഡഡ് ബൈ 2 അല്ലേ. 2n ഡിവൈഡഡ് ബൈ 2 ഗ്രേറ്റർ ദാൻ 1/ε, വിച്ച് ഇംപ്ലൈസ് 2n ഈസ് ഗ്രേറ്റർ ദാൻ 4/ε വരും. ഇനി ln നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ln2 ഗ്രേറ്റർ ദാൻ ln 4/ε വരും, വിച്ച് ഇംപ്ലൈസ് n ഗ്രേറ്റർ ദാൻ ln 4/ε ഡിവൈഡഡ് ബൈ ln2 എന്ന് വരും. ഓക്കെ, n ഗ്രേറ്റർ ദാൻ ഈ നമ്പർ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് എച്ച് എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ ln 4/ε ബൈ ln2. എച്ച് എന്ന് പറയുന്നത് ഈ ഒരു നമ്പറിനെക്കാട്ടും വലിയൊരു നാച്ചുറൽ നമ്പർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? എം ഈസ് ഗ്രേറ്റർ ദാൻ എൻ ആണ്, എൻ ഈസ് ഗ്രേറ്റർ ദാൻ, നമുക്ക് എച്ച് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളത് കിട്ടും. അതായത് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number h such that modulus of xn minus xm less than epsilon for all n comma m greater than or equal to h, where h is a natural number greater than ln 4/ε by ln2. ഈ ഒരു സ്റ്റേജ് മുതൽ അങ്ങോട്ടേക്കുള്ള ഏതൊരു നാച്ചുറൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ രണ്ട് എലമെൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് ആരാണ്? കോഷിയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സീക്വൻസ് കോഷി സീക്വൻസ് ആണ് എന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ പ്രൊസീഡ് ചെയ്യുന്നത് ഒന്നും കൂടെ നോക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ പ്ലസ് 1 തന്നിരിക്കുന്ന ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് എഴുതി. ഇനി അതിനെ വീണ്ടും റിക്കർസീവ് ഫോമുല വെച്ചിട്ട് ഇതിന് നമ്മൾ വേറൊരു ടൈപ്പിൽ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് 1/2n - 1 പറഞ്ഞ ഫോമിൽ എഴുതി. ഇനി കോഷിയാണെന്നുള്ളത് പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ വേണം. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എം ഗ്രേറ്റർ ദാൻ എൻ ആണ് ചൂസ് ചെയ്യണത്. അപ്പോൾ എക്സ് എൻ മുതൽ എക്സ് എം വരെയുള്ള എലമെൻസിനെ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും നമ്മൾ ചെയ്തു. ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ചിട്ട് ബ്രേക്ക് ചെയ്തു. പിന്നെ ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്ത സംഭവം വെച്ചിട്ട് ഇതിനെ മാറ്റി എഴുതി. അപ്പോൾ നമുക്ക് ഇതിനെ ലെസ് ദാൻ 1/2n - 2 എന്നുള്ളത് കിട്ടി. ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവണം എന്നുണ്ടെങ്കിൽ എച്ച് എന്തായിട്ട് ചൂസ് ചെയ്യണം? ln 4/ε ബൈ ln2നെക്കാട്ടും വലിയൊരു നാച്ചുറൽ നമ്പർ ആയിട്ട് എച്ചിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് കിട്ടും. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണ് എന്നുള്ളത് കിട്ടി. കോഷി സീക്വൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ therefore sequence xn is Cauchy. കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? എക്സ് എന്ന് പറയുന്നത് കോഷി സീക്വൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും കൺവേർജ് ചെയ്യും. ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോഷി സീക്വൻസ് കൺവേർജ് ചെയ്യണ കാരണം നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സീക്വൻസ് എന്താണുള്ളത്? എക്സ് എൻ ഈക്വൽ ടു 1/2 എക്സ് എൻ മൈനസ് 2 പ്ലസ് എക്സ് എൻ മൈനസ് 1. ഇതാണ് നമ്മളുടെ സീക്വൻസ് ഉള്ളത്. x1 നമുക്ക് 1 ആണെന്നുള്ളത് അറിയാം. x2 എന്ന് പറയുന്നത് 2 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് x3 കാൽക്കുലേറ്റ് ചെയ്യാം. x3 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഹാഫ് ഓഫ് x1 പ്ലസ് x2 വരും. x4 കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ ഹാഫ് ഓഫ്
x2 പ്ലസ് x3 വരും. x5 കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലോ ഹാഫ് ഓഫ് x3 പ്ലസ് x4 വരും. അതുപോലെ xn വരെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെയും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. xn-1 ആണെങ്കിലോ xn-1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഓഫ് xn-3 പ്ലസ് xn-2 വരും. xn എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് xn-2 പ്ലസ് xn-1 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ സീക്വൻസിലെ ഓരോ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് xn-1 പ്ലസ് xn വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴോ നമ്മൾ ഈ എല്ലാ എലമെൻറ്റ്സും ആഡ് ചെയ്യുന്നില്ല. x3 മുതലുള്ളത് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. x3 മുതലുള്ള ആൾക്കാരെ അങ്ങോട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ എന്താ വരണേ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് എക്സിട്ര പ്ലസ് xn-1 പ്ലസ് xn ഈക്വൽ ടു ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹാഫ് ഓഫ് x1 പ്ലസ് ഹാഫ് ഓഫ് x2 പ്ലസ് ഹാഫ് ഓഫ് x2 plus half of x3 plus etc plus half of xn-3 plus half of xn-2 plus last the half of xn-2 ഇവിടെ എഴുതാം. പ്ലസ് ഹാഫ് ഓഫ് xn-1 ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യണേ. നമ്മൾ റൈറ്റ് സൈഡ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഓഫ് x2 പ്ലസ് x2 എന്ന് പറയുന്നത് x2 ആവും, ഹാഫ് ഓഫ് x3 പ്ലസ് x3 എന്ന് പറയുന്നത് x3 ആവും. അങ്ങനെ പോയി ഹാഫ് ഓഫ് xn-2 പ്ലസ് ഹാഫ് ഓഫ് xn-2 എന്ന് പറയുന്നത് xn-2 ആവും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലും ഓരോ ഇത് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ഉണ്ട് അല്ലേ. അപ്പോൾ അത് ക്യാൻസൽ ആയി പോവും. x3യും ക്യാൻസൽ ചെയ്ത് പോവും, x4ഉം ക്യാൻസൽ ചെയ്ത് പോവും. അങ്ങനെ പോയി ഇവിടെ xn-2 ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ തൊട്ട് മുമ്പാണ് xn-2 വരുന്നത്, അതും ഇതും ക്യാൻസൽ ആയി പോവും. അപ്പോൾ പിന്നെ ഇവിടെ ബാക്കി വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ഉള്ളത് നമുക്കിവിടെ നമുക്ക് ബാക്കി വരുന്നത് xn-1 പ്ലസ് xn ഈക്വൽ ടു ഹാഫ് ഓഫ് x1 പ്ലസ് x2 പിന്നെ പ്ലസ് ഹാഫ് ഓഫ് xn-1 ആണ് ഉള്ളത്. ഈ xn-1 ഹാഫ് ഓഫ് xn-1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കിവിടെ xn പ്ലസ് xn-1 മൈനസ് ഹാഫ് ഓഫ് xn-1 എന്ന് പറയുന്നത് ഹാഫ് ഓഫ് xn-1 വരും, വിച്ച് ഈസ് ഈക്വൽ ടു x1 എന്ന് പറയുന്നത് 1 ആണ്, x2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 1/2 പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 5/2 വരും കേട്ടോ. അതായത് ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താ, xn പ്ലസ് ഹാഫ് ഓഫ് xn-1 ഈക്വൽ ടു 5/2. ഓക്കെ, xn എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് കൺവേർജ് ചെയ്യുന്നതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് L എന്ന് കൊടുത്തു എന്ന് വയ്ക്കാം. ലിമിറ്റ് സീക്വൻസ് xn ഈക്വൽ ടു L. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ത്രൂ ഔട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, ലിമിറ്റ് സീക്വൻസ് xn പ്ലസ് ഹാഫ് ഓഫ് ലിമിറ്റ് xn-1 ഈക്വൽ ടു 5/2 വരും അല്ലേ. അതായത് L പ്ലസ് ഹാഫ് ഓഫ് L ഈക്വൽ ടു 5/2 വരും, വിച്ച് ഇംപ്ലൈസ് ഇതിനൊന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരാ, 1 പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് 3/2 വരും. 3/2L ഈക്വൽ ടു 5/2 വരും, വിച്ച് ഇംപ്ലൈസ്
L ഈക്വൽ ടു 2 കൊണ്ട് പോകുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും, L ഈക്വൽ ടു 5/3 വരും. അതായത് സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 5/3 കിട്ടി. ലിമിറ്റ് സീക്വൻസ് എക്സ് എൻ ഈക്വൽ ടു 5/3. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സീക്വൻസ് കോഷിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സീക്വൻസ് കോഷിയാണെന്നുള്ളത് പ്രൂവ് ചെയ്തു. കോഷിയാണെങ്കിൽ കൺവേർജൻ്റ് ആണ്. അപ്പോൾ കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തായാലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ലിമിറ്റ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് y ഈക്വൽ ടു സീക്വൻസ് yn ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് കൺവേർജൻറ്റ് ബൈ കോഷീസ് കൺവേർജൻറ്റ് ക്രൈറ്റീരിയ. തന്നിരിക്കുന്ന സീക്വൻസ് ഇതാണ്. yn ഈക്വൽ ടു 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് -1n ഫാക്ടോറിയൽ. അപ്പോൾ ഈ സീക്വൻസ് കോഷി ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് കൺവേർജൻ്റ് ആണെന്നുള്ളതൊന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഷി സീക്വൻസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് 2 എലമെൻസിൻ്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് n ഗ്രേറ്റർ ദാൻ m ചൂസ് ചെയ്യാണ്. ഫോർ n ഗ്രേറ്റർ ദാൻ m മോഡുലസ് ഓഫ് yn മൈനസ് ym എഴുതാൻ പോവാണ്. ഓക്കെ, yn മൈനസ് ym കേട്ടോ. അപ്പോൾ yn നമ്മൾ എഴുതുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ y എന്ന് പറയുമ്പോൾ ഇപ്പോൾ n ഗ്രേറ്റർ ദാൻ m അല്ലേ. ഇപ്പോൾ ഇവിടെ m വരും, ഇവിടെ n വരും കേട്ടോ. അപ്പോൾ xn ynലെ എലമെൻറ്റ്സ് അപ്പോൾ എങ്ങനെയാണ് വരിക? yn എന്ന് പറഞ്ഞെടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 1/1 + 1 ഫാക്ടോറിയൽ മോഡുലസ് ഓഫ് 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ. ഇവിടെ -1n - 1 അല്ലേ കൊടുത്തിരിക്കണേ. y 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/1 ഫാക്ടോറിയൽ വരും. ഇനി y എന്ന് പറയുന്നത് 2 കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 - 1 1 വരും. അപ്പോൾ -1/2 ഫാക്ടോറിയൽ വരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് -1/2 ഫാക്ടോറിയൽ. അങ്ങനെ പോയി നമുക്ക് ഈ സ്റ്റേജ് എത്തുമല്ലോ. ഈ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരാം? ഇപ്പോൾ ഇവിടെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. 1 വരുമ്പോൾ നമുക്ക് ഇവിടെ 1 - 1 ആണ് കൊടുക്കണേ. 2 വരുമ്പോൾ -1/2 -1/2 ഫാക്ടോറിയൽ അങ്ങനെയാണ് കൊടുത്തു പോകണേ കേട്ടോ. അപ്പോൾ ഈ സ്റ്റേജ് വരുമ്പോൾ mth സ്റ്റേജ് വരുമ്പോൾ നമുക്ക് എങ്ങനെ വരാം? മുകളിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ -1 എന്താണെന്നുള്ളത് അറിയണം. ബാക്കി അടിയിൽ m ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ 2 ഫാക്ടോറിയൽ ആണെങ്കിൽ 2 - 1 അല്ലേ. അപ്പോൾ m ഫാക്ടോറിയൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ m - 1 വരും. ഓക്കെ, പ്ലസ് ഇതിൻ്റെ തൊട്ടടുത്ത ടേംസിൻ്റെ അപ്പോൾ എഴുതുമ്പോൾ -1/2 ഇവിടെ m + 1 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ മുകളിൽ നമുക്ക് m വരും പ്ലസ് എക്സെട്ര പ്ലസ് പിന്നെ xn n കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ലാസ്റ്റ് എന്താ പറയുക? -1/n -1/n ഫാക്ടോറിയൽ വരും. ഓക്കെ, ഇതാണ് yn എന്ന് പറയുന്നത് കേട്ടോ. n വരെയുള്ള ആൾക്കാരെ കൊടുത്തു. ഇനി ym കൊടുക്കണം. ym കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ym അല്ലേ, m വരെയുള്ള ആൾക്കാരെ വേണ്ടു. അപ്പോൾ നമുക്ക് 1/1 ഫാക്ടോറിയൽ പ്ലസ് -1/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് -1/m - 1/m ഫാക്ടോറിയൽ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൽ നമുക്ക് ഇതേ മൈനസ് ഇതല്ലേ. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ടേംസ് ക്യാൻസൽ ആയിട്ട് പോവും. അപ്പോൾ ബാക്കി നമുക്ക് ഏതൊക്കെ ടേംസ് വരണേ? m ഫാക്ടോറിയൽ വരെയുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് -1/m ഡിവൈഡഡ് ബൈ m + 1 ഫാക്ടോറിയൽ പ്ലസ് -1/m + 1 ബൈ m + 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് -1/n - 1/n ഫാക്ടോറിയൽ. ഓക്കെ, നമുക്ക് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്ത് എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് -1/m + 1 ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ മോഡുലസ് ആയ കാരണം എന്തായാലും അപ്പോൾ അങ്ങനെ എഴുതാം. -1/m ഡിവൈഡഡ് ബൈ m + 1 ഫാക്ടോറിയൽ പ്ലസ് മോഡുലസ് ഓഫ് -1/m + 1 ബൈ m + 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് -1/n - 1/n ഫാക്ടോറിയൽ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണല്ലോ.
അപ്പോൾ ഇതിനെ നമുക്ക് ഇനി എഴുതാൻ വെച്ചാൽ ഇസ് ലെസ് ദാൻ, ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? ഓക്കെ, ഇസ് ഈക്വൽ ടു 1/m plus 1 factorial plus 1/m plus 2 factorial plus etc plus 1/n factorial എന്ന് വരും കേട്ടോ. ഇനി നമ്മൾ വേറൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/n factorial കൺസിഡർ ചെയ്ത് നോക്കിയേ. 1/n factorial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n ആണ് അല്ലേ? അതായത് 1/1 ഇൻറ്റു 1/2 ഇൻറ്റു 1/3 ഇൻറ്റു എക്സെട്ര 1/n വരും. ഇതിനെ നമ്മൾ ലെസ് ദാൻ 1/2 റേസ് ടു n മൈനസ് 1 ആണെന്നുള്ളത് മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1/n ഫാക്ടോറിയൽ ആണെങ്കിൽ 2 റേസ് ടു n മൈനസ് 1 ആണ് വരിക. അപ്പോൾ ഇവിടെ എന്താ വരിക എന്നുള്ളത് നോക്കുക കേട്ടോ. 1/1 പ്ലസ് m പ്ലസ് 1 ഫാക്ടോറിയൽ ആണെങ്കിൽ n ഫാക്ടോറിയൽ ആണെങ്കിൽ 2 റേസ് ടു n മൈനസ് 1 വരും. അപ്പോൾ m പ്ലസ് 1 ഫാക്ടോറിയൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 റേസ് ടു m വരും അല്ലേ? 1/2 റേസ് ടു m പ്ലസ് m പ്ലസ് 2 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റേസ് ടു m പ്ലസ് 1 വരും. അപ്പോൾ 1/2 റേസ് ടു m പ്ലസ് 1 പ്ലസ് എക്സിട്ര പ്ലസ് 1/n ഫാക്ടോറിയൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 റേസ് ടു n മൈനസ് 1 എന്നുള്ളത് വരും. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇതിനെ ഞാൻ ഇൻഫിനിറ്റിയിലേക്ക് വിടാണ്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് in മൈനസ് ym എന്ന് പറയുന്നത് ആ ടേംസിനെക്കാട്ടും ചെറുതായിരിക്കും. ദിസ് ഇസ് ലെസ് ദാൻ 1/2 റേസ് ടു m പ്ലസ് 1/2 റേസ് ടു m മൈനസ് 1 പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സം എന്ന് പറയണത് a ഡിവൈഡഡ് ബൈ a 1 മൈനസ് r എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു a എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 2 റേസ് ടു m ആണ്, ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 വരും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഹാഫ് അല്ലേ? ഹാഫ് മുകളിലോട്ട് പോകുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 2 റേസ് ടു m വരും. അതായത് 1/2 റേസ് ടു m മൈനസ് 1 എന്നുള്ളത് വരും. അതായത് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് എന്താ? 4n ഗ്രേറ്റർ ദാൻ m മോഡുലസ് ഓഫ് yn മൈനസ് ym ഈസ് ലെസ് ദാൻ 1/2 റേസ് ടു m മൈനസ് 1 എന്നാണ് കിട്ടിയത്. ഈ സംഭവം ലെസ് ദാൻ എപ്സിലോൺ എന്നല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഇത് ലെസ് ദാൻ എപ്സിലോൺ ആകുന്നത് എപ്പോഴാണെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. ചൂസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് 1/2 റേസ് ടു m മൈനസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ എപ്പോഴാവും? 2 റേസ് ടു m മൈനസ് 1 ഗ്രേറ്റർ ദാൻ 1/epsilon, which implies 2 റേസ് ടു m is greater than 2/epsilon, which implies m ln 2 is greater than ln 2/epsilon വരും, which implies m എന്ന് പറയുന്നത് greater than ln 2/epsilon by ln 2 വരും. അപ്പോൾ m എന്ന് പറയുന്നത് ഇതിനെക്കാട്ടും വലിയ ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കോഷി സീക്വൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ for epsilon greater than 0 there exists a natural number h such that modulus of xn minus xm less than epsilon for all n comma m greater than or equal to h എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ എഴുതുമ്പോൾ നമുക്കിപ്പോൾ എങ്ങനെ എഴുതാം? h എന്ന് പറയുന്നത് ഇതിനെക്കാട്ടും വലിയ ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് ചൂസ് ചെയ്താൽ മതി. Choose h as a natural number which is greater than ln 2/epsilon divided by ln 2 so that n greater than m greater than h എന്ന് വരും. ഓക്കെ, അതായത് നമുക്കിവിടെ എന്താ? which implies n greater than m greater than h എന്ന് പറയുന്നത് ln 2/epsilon divided by ln 2 വരും, which implies 1/2 raised to m minus 1 is less than epsilon എന്നുള്ളത് കിട്ടും, which implies for every epsilon greater than 0 there exists a natural number h such that modulus of yn minus ym less than epsilon for all n comma m greater than or equal to h
where h is a natural number greater than ln 2 by epsilon by ln 2. h എന്ന് പറയുന്നത് ഈ നമ്പറിനെക്കാട്ടും വലിയൊരു നാച്ചുറൽ നമ്പർ ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സീക്വൻസിലെ ആ എച്ച് സ്റ്റേജ് തൊട്ട് അങ്ങോട്ടേക്കുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ സീക്വൻസ് എന്ന് പറയുന്നത് കോഷി ആണ് എന്നുള്ളത് കിട്ടി. ഇംപ്ലൈസ് സീക്വൻസ് yn is a Cauchy sequence. Cauchy sequence ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്വൻസ് എന്താണ്? കൺവേർജൻ്റ് ആയിരിക്കും. ഇതാണ് Cauchy sequence ക്രൈറ്റീരിയ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സീക്വൻസും കൺവേർജൻ്റ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്ലൈ Cauchy's convergence criteria to show that sequence an is not convergent. തന്നിരിക്കുന്ന സീക്വൻസ് കൺവേർജൻ്റ് അല്ല എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യട്ടെ ബൈ Cauchy's convergence criteria. നമ്മൾ തന്നിരിക്കുന്ന സീക്വൻസ് എന്താ? n equal to 1 plus 1 by 2 plus 1 by 3 plus etc plus 1 by n അല്ലേ? അപ്പോൾ ആ സീക്വൻസ് കൺവേർജൻ്റ് അല്ല എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കോൺട്രഡിക്ഷൻ യൂസ് ചെയ്യാം. കൺവേർജൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ലെറ്റ് സീക്വൻസ് an is convergent. കൺവേർജൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ Cauchy's theorem അനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number h such that modulus of am minus an less than epsilon for all n comma m greater than or equal to h. ഈ ഡെഫിനിഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ Cauchy ക്രൈറ്റീരിയ നമ്മളൊന്ന് റീഡിഫൈൻ ചെയ്ത് എഴുതാണേ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഡെഫിനിഷൻ. എ സീക്വൻസ് xn of real numbers is called a Cauchy sequence if for any epsilon greater than 0 there exists a natural number h such that modulus of xn plus p minus xn less than epsilon for all n greater than or equal to h and for all integer values of p greater than 0. നമ്മൾ എന്നും എമ്മിനും പകരം എം എന്നുള്ളത് നമ്മൾ എന്തെടുത്തു? n പ്ലസ് പി എടുത്തു. അതായത് എച്ച് കഴിഞ്ഞിട്ടുള്ള ഇതാണ് എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജ് എന്ന് വെക്കി. ഇത് കഴിഞ്ഞിട്ടുള്ള എലമെൻറ്റ്സ് ആണല്ലോ നമ്മൾ എന്നും എമ്മും ചൂസ് ചെയ്തായിരുന്നത്. അപ്പോൾ ഇവിടെ എമ്മിന് പകരം n കഴിഞ്ഞിട്ടുള്ള വേറൊരു ഇൻറ്റീജർ നമ്മൾ n പ്ലസ് പി ചൂസ് ചെയ്തു. അത്ര വ്യത്യാസം വരുന്നുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ആ Cauchy സീക്വൻസിനെ റീഡിഫൈൻ ചെയ്ത് എഴുതുന്നത് കേട്ടോ. ഒന്നും കൂടെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. A sequence xn of real numbers is called a Cauchy sequence if for any epsilon greater than 0 there exists a natural number h such that modulus of xn plus p minus xn less than epsilon for all n greater than or equal to h and for all integer values of p greater than 0. അപ്പോൾ ഈ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് സീക്വൻസ് an കൺവേർജൻ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതാമെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതും? കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a positive integer h such that for every n greater than or equal to h and for every integer p greater than 0 we have modulus of an plus p minus an less than epsilon എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഡിഫൈൻ ചെയ്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും ആവാലോ, ഗ്രേറ്റർ ദാൻ 0. ഇപ്പോൾ എപ്സിലോൺ ബൈ 1/2 എന്ന് ചൂസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് an പ്ലസ് പി മൈനസ് an എന്ന് പറയുന്നത് ലെസ് ദാൻ 1/2 വരും. ഇനി മോഡുലസ് ഓഫ് an പ്ലസ് പി മൈനസ് an എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എഴുതാം. an പ്ലസ് പി എങ്ങനെ വരാം? 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് എക്സിട്ര പ്ലസ് 1/n വരും. അതിൻ്റെ പി വരെ ആഡ് ചെയ്ത് പോകണം അല്ലേ, നമുക്ക് എവിടെ വരെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ 1 പ്ലസ് 1/n പ്ലസ് പി മൈനസ് an എന്ന് പറയുമ്പോൾ ഇത് 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് എക്സിട്ര പ്ലസ് 1/n.
ഇത് ലെസ് ദാൻ 1/2 ആണ്. ഇതിൽ 1/n വരെയുള്ള ആൾക്കാർ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ബാക്കി എന്താ വരുന്നത്? മോഡുലസ് ഓഫ് 1/n + 1 + 1/n + 2 + എക്സിട്ര + 1/n + p ഇസ് ലെസ് ദാൻ 1/2 എന്ന് വരും. ഓക്കെ, നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാം കേട്ടോ. ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ 1/n + 1 + 1/n + 2 എക്സിട്ര + 1/n + p ചെയ്യും കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ n + p എന്ന് പറയണതും n എന്ന് പറയണതും എച്ചിനെക്കാട്ടും വലുതാണ്. ഇനി നമ്മൾ ഇതിൽ എന്നിനെ h ആയിട്ട് ചൂസ് ചെയ്യാണ്, അതുപോലെ തന്നെ p ഇനിയും h ആയിട്ട് തന്നെ ചൂസ് ചെയ്യാമെന്ന് വെക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റുക? വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1/h + 1 + 1/h + 2 + എക്സിട്ര + 1/h + h എന്ന് പറഞ്ഞു വരും അല്ലേ. ഇനി ഇവിടെ നോക്കുക, h എന്ന് പറയുന്നത് ലെസ് ദാൻ h + 1 ആണല്ലോ അല്ലേ. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1/h > 1/h + 1 വരും അല്ലേ. ഇനി h എന്ന് പറയുന്നത് ലെസ് ദാൻ 2h ആണല്ലോ. അപ്പോൾ നമുക്ക് 1/h എന്ന് പറയുന്നത് > 1/2h എന്നും പറയാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഓരോന്നിനും ഇൻഇക്വാളിറ്റി ബ്രേക്ക് ചെയ്ത് നമുക്കിപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റാം? ഇത് ഇപ്പോൾ 1/h + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് 1/h + 1 + 1/h + 2 + എക്സിട്ര + 1/h + h വരും. ഈ 1/h + 1 എന്ന് പറയുന്നത് 1/hനെക്കാട്ടും വലുതാണ്. ഓക്കെ, ഈ 1/h എന്ന് പറയുന്നത് 1/2hനെക്കാട്ടും വലുതാണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? > 1/2h. അടുത്ത ടേം അതുപോലെ തന്നെ എഴുതാം, 1/2h + എക്സിട്ര + 1/2h വരും. ഇതിപ്പോൾ h ടൈംസ് അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് h / 2h എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കിപ്പോൾ എന്താ കിട്ടിയിരിക്കണേ? ഇത് ലെസ് ദാൻ 1/2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇൻ പെർട്ടിക്കുലർ നമ്മൾ h = h ഉം p = h കൊടുക്കുമ്പോൾ നമുക്കിവിടെ എന്താ വരുന്നത്? ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് = 1/2 എന്നാണ് വരുന്നത്. അവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ വരുന്നു അല്ലേ. Therefore sequence an is not convergent എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ കോഷീസ് കൺവേർജൻസ് ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സീക്വൻസ് കൺവേർജൻ്റ് അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇത് കൺവേർജൻ്റ് അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കോഷി സീക്വൻസിൻ്റെ റീഡിഫൈൻ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്തേക്കണേ എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ അത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൺവേർജൻ്റ് അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും.